അപ്പോൾ ഈ 11 to 3 വെയിൽ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ അടുത്ത് നമുക്കൊരു പേഷ്യന്റ് വന്നിരുന്നു. പുള്ളിക്കാരന് നെറ്റിന്റെ 2 സൈഡിലും ചെറിയ ഉണല് പോലെ കണ്ടിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ സംശയം ഉണ്ടായപ്പോൾ നമ്മൾ ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറഞ്ഞ ഒരു തൊലിന്റെ ഒരു തരം ക്യാൻസർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ അത് നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കളഞ്ഞു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പേഷ്യന്റ് ഫോളോ അപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ അവരെ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയപ്പോഴാണ് സ്ഥിരമായിട്ട് അവർ വെയിലിൽ ഒരു ശ്രദ്ധ ഇല്ലാതെ വെയിലിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നിരുന്ന ഒരു ജോലിയാണ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമുക്കുള്ള ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വെയില്, പ്രത്യേകിച്ച് ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള വെയില് കൊള്ളാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടത്. അതിലുപരി നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ എന്തായാലും വെയിലിൽ ഇറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മൾ ബീച്ച് മാത്രം എന്നുള്ള രീതിയിലൊക്കെ പോണ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര എൻജോയ്മെന്റ് എന്നുള്ള സമയത്ത് പ്രത്യേകിച്ച് ഈ 11 to 3 വെയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, തണലുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് കേരളത്തിൽ സ്ഥിരം നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു കേൾക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നിർജ്ജലീകരണം, രണ്ടാമത്തത് സൂര്യാഘാതം. ഈ 2 കാര്യങ്ങൾ നമ്മൾ സ്ഥിരം വേനൽക്കാലം ആയാലും ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ 11 to 3 വെയിൽ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കിതിന്ന് നിർബന്ധമായിട്ടും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്.